പാവങ്ങളുടെ മാർപ്പാപ്പ. സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്നവരെ ഓർത്ത് വിലപിച്ചിരുന്ന മഹാപുരോഹിതനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ലളിത ജീവിതം നയിക്കാൻ അദ്ദേഹം പരമാവധി പരിശ്രമിച്ചു. സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട എല്ലാ വിഭാഗങ്ങളുടെയും ഉന്നമനത്തിനായി നിലകൊണ്ടു. പെസഹ വ്യാഴാഴ്ച അദ്ദേഹം സാധാരണക്കാരുടെ, തടവുകാരുടെയും സ്ത്രീകളുടെയും മുസ്ലിങ്ങളുടെയും പാദങ്ങൾ കഴുകി. യേശു തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് മാർപ്പാപ്പന്മാർ പുരോഹിതരുടെ പാദങ്ങൾ കഴുകുകയാണ് പതിവ്. വത്തിക്കാനിലെ ഒരു പ്രധാന ഓഫീസിൻ്റെ തലവനായി സിസ്റ്റർ സിമോണ ബ്രാംബിയയെ ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ചത് കത്തോലിക്ക സഭയ്ക്കുള്ളിൽ കൂടുതൽ സ്ത്രീ നേതൃത്വത്തിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായി. വത്തിക്കാനിൽ കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും ചുമതലയുള്ള ബിഷപ്പായ ഫാബിയോ ബാഗിയോയെ 2024 ഡിസംബറിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ കർദിനാളായി നിയമിച്ചു. കുടിയേറ്റക്കാർക്കും അഭയാർത്ഥികൾക്കുമായി മെച്ചപ്പെട്ട നിയമമാർഗങ്ങൾക്കായി വാദിക്കുന്നതിൽ മാർപ്പാപ്പ സജീവമായിരുന്നു. ദരിദ്രർക്ക് സ്നേഹത്തിൻ്റെയും ലോകത്തിന് പ്രത്യാശയുടെയും സന്ദേശമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതമെന്നാണ് കർണാടക മുഖ്യമന്ത്രി തൻ്റെ അനുശോചന സന്ദേശത്തിൽ അഭിപ്രായപ്പെട്ടത്. വളരെ ശ്രദ്ധേയമായ ഒരഭിപ്രായം. 21-ാം നൂറ്റാണ്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടാമത്തെ പാപ്പയായ അദ്ദേഹം നൂറ്റാണ്ടിൻ്റെ സ്പന്ദനം തൊട്ടറിഞ്ഞ പുരോഗമനവാദി ആയിരുന്നു. പാലങ്ങൾ പണിയുന്നതിന് പകരം മതിലുകൾ പണിയുന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരാൾ ക്രിസ്ത്യാനി അല്ല എന്നാണ് ഡൊണാൾഡ് ട്രംപിനെക്കുറിച്ച് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നും ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ അഭിപ്രായപ്പെട്ടത്. 2013 ഫ്രാൻസിസ് പാപ്പ സ്ഥാനമേറ്റപ്പോൾ അമേരിക്കയിലും യൂറോപ്പിലും ബറാക് ഒബാമയെയും ആഞ്ചല മെർക്കലിനെയും പോലെ സാമൂഹിക പ്രതിബദ്ധത ഉള്ളവരായിരുന്നു ഭരണാധികാരികൾ. നിർഭാഗ്യമെന്ന് പറയട്ടെ, മാർപ്പാപ്പയും മറ്റു പല മത ആചാര്യന്മാരും മുന്നോട്ടുള്ള പാതയിൽ മാറ്റങ്ങളെ സ്വീകരിച്ചപ്പോൾ ഫ്രാൻസിസ് പാപ്പ കാലം ചെയ്യുമ്പോഴേക്കും വ്യാവസായിക രാഷ്ട്രീയ മേഖലയിലെ മുൻനിരക്കാർ യാഥാസ്ഥിതികരും സങ്കുചിത മനസ്കരുമായി മാറിയിരിക്കുന്നു. സാമ്പത്തിക അസമത്വം വളർന്നു. ശതകോടീശ്വരന്മാർ ദശലക്ഷക്കണക്കിന് ആളുകളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രീയക്കാരേക്കാൾ കൂടുതൽ സ്വാധീനമുള്ളവരായി മാറുകയും ചെയ്തു. വലതുപക്ഷ നേതാക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ ശതകോടീശ്വരന്മാർക്ക് സ്വാഭാവികമായും നിക്ഷിപ്ത താൽപ്പര്യമുണ്ട്. ഇന്ത്യൻ സർക്കാർ വിദേശ രാഷ്ട്ര തലവന്മാരുടെ ഇന്ത്യയിലേക്കുള്ള സന്ദർശന പട്ടികയിൽ ഉൾപ്പെടുത്താത്തത് കാരണം വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ പേര് സ്വീകരിച്ച മാർപ്പാപ്പയ്ക്ക് ഇന്ത്യയും അതിലുപരി ഗോവയിലെ ഫ്രാൻസിസ് സേവിയറിൻ്റെ കബറിടവും സന്ദർശിക്കാനായില്ല. പാപ്പ 2017 മ്യാൻമാറും ബംഗ്ലാദേശും 2024 ഇന്തോനേഷ്യയും സന്ദർശിച്ചിരുന്നു. 2 മാർപ്പാപ്പമാർ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ മാർപ്പാപ്പ പോൾ ആറാമൻ ആയിരുന്നു. 1964 അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കാൻ അദ്ദേഹം മുംബൈ സന്ദർശിച്ചു. 1986 ഫെബ്രുവരിയിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ചു. അദ്ദേഹം 1999 നവംബറിൽ വീണ്ടും ന്യൂഡൽഹി സന്ദർശിച്ചു. 21-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ മാർപ്പാപ്പയുടെ സന്ദർശനം ഉണ്ടായിട്ടില്ല. സമീപകാലത്ത് ജനശ്രദ്ധ പേടിയ 2 മാർപ്പാപ്പമാരാണ് 1963 സ്ഥാനമേറ്റ പോൾ ആറാമനും 1978 സ്ഥാനമേറ്റ ജോൺ പോൾ രണ്ടാമനും. തീർത്ഥാടകനായ പാപ്പ, പിൽഗ്രിം പോപ്പ്
എന്നറിയപ്പെട്ടിരുന്ന പോൾ ആറാമൻ മാർപ്പാപ്പയാണ് ആദ്യമായി വിമാനത്തിൽ യാത്ര ചെയ്ത മാർപ്പാപ്പ. യൂറോപ്പിന് വെളിയിലേക്കും വിശുദ്ധ നാടുകളിലേക്കും ആദ്യമായി യാത്ര ചെയ്തത് പോൾ ആറാമൻ മാർപ്പാപ്പയാണ്. നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ച മാർപ്പാപ്പ വിവിധ ക്രിസ്തീയ സഭകൾ തമ്മിലുള്ള ഐക്യത്തിനും വിവിധ മതങ്ങൾ തമ്മിലുള്ള ഒത്തൊരുമയ്ക്കും വേണ്ടി പ്രവർത്തിച്ചു. ജനങ്ങളുടെ പാപ്പ, പീപ്പിൾസ് പോപ്പ് എന്നാണ് ജോൺ പോൾ രണ്ടാമൻ പാപ്പയെ വിശേഷിപ്പിച്ചിരുന്നത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ വ്യക്തിപ്രഭാവത്തിനും ബൗദ്ധികതയ്ക്കും ആഗോള ദിശാബോധത്തിനും പേരുകേട്ട വ്യക്തിയായിരുന്നു. വളരെ നൂറ്റാണ്ടുകൾക്ക് ശേഷമുള്ള ആദ്യത്തെ ഇറ്റാലിയൻ വംശജനല്ലാത്ത പാപ്പയായിരുന്നു അദ്ദേഹം. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച മാർപ്പാപ്പയാണ്. ശീതയുദ്ധം അവസാനിപ്പിക്കുന്നതിൽ അദ്ദേഹം ഗണ്യമായ സ്വാധീനം ചെലുത്തി. സ്വേച്ഛാധിപത്യത്തിനെതിരെ പോരാടിയതിൻ്റെ ബഹുമതിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആഗോളതലത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടും എളിമയുള്ള പെരുമാറ്റത്തിനും ലളിതമായ ജീവിതശൈലിക്കും പേരുകേട്ട ആളായിരുന്നു അദ്ദേഹം. വിദേശ രാജ്യങ്ങളിൽ എത്തുമ്പോൾ നിലം ചുംബിക്കുന്നതിലൂടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രശസ്തനായിരുന്നു. ഇത് താൻ ആദ്യമായി സന്ദർശിക്കുന്ന രാജ്യത്തോടുള്ള ആദരവിൻ്റെ പ്രതീകാത്മക പ്രവൃത്തിയായിരുന്നു. സ്ഥാനവും അധികാരവും നേടാൻ ആളുകൾ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ 13-ാം നൂറ്റാണ്ടിൽ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ ഫിലിപ്പ് ബെനീസി പോപ്പ് ആകാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ട് ഓടിപ്പോകുകയും മറ്റൊരു കർദിനാൾ പാപ്പയായി തിരഞ്ഞെടുക്കുന്നത് വരെ ഒളിവിൽ കഴിയുകയും ചെയ്തു. 16-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ചാൾസ് ബൊറോമിയോയും മാർപ്പാപ്പയാകുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറി. 1978 മിലാനിലെ കർദിനാൾ ജിയോവാനി കൊളംബോ തനിക്ക് വോട്ടുകൾ കിട്ടിത്തുടങ്ങിയ ഉടനെ തന്നെ താൻ തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചു. ഏറ്റവും കുറഞ്ഞ നാളുകൾ മാർപ്പാപ്പയായിരുന്നത് 16-ാം നൂറ്റാണ്ടിൽ പാപ്പ ഉർബൻ ഏഴാമൻ 13 ദിവസവും ഏറ്റവും കൂടുതൽ നാളുകൾ പാപ്പയായിരുന്നത് 19-ാം നൂറ്റാണ്ടിൽ പയസ് 9-ാമൻ 32 വർഷവുമാണ്. മാർപ്പാപ്പ കാലം ചെയ്യുന്നത് കൂടാതെ രാജിവെക്കുന്നതിലൂടെയും സ്ഥാനമൊഴിയും. ചരിത്രത്തിൽ 13-ാം നൂറ്റാണ്ടിൽ സെലസ്റ്റീൻ 5-ാമൻ മാർപ്പാപ്പയും 15-ാം നൂറ്റാണ്ടിൽ ഗ്രിഗറി 12-ാമൻ മാർപ്പാപ്പയും 2013 ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പയും മാത്രമേ മാർപ്പാപ്പ സ്ഥാനം രാജിവെച്ചിട്ടുള്ളൂ. ട്രൈഗനം എന്നറിയപ്പെടുന്ന പേപ്പൽ ടിയാര പരമ്പരാഗതമായി മാർപ്പാപ്പന്മാർ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ധരിക്കുന്ന 3 തലങ്ങളുള്ള കോണാകൃതിയിലുള്ള ഒരു കിരീടമാണ്. പഠിപ്പിക്കുക, ഭരിക്കുക, വിശുദ്ധീകരിക്കുക എന്നീ 3 ശക്തികളുടെ പ്രതീകമായിരുന്നു ടിയാര. 1968 പോൾ ആറാമൻ മാർപ്പാപ്പയുടെ കാലം മുതൽ ടിയാര എന്ന കിരീടം ധരിക്കുന്നത് ഉപേക്ഷിക്കപ്പെട്ടു.